എല്ലാ മാന്യപ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. സിനിമയെ വെല്ലുന്ന കഥകളാണ് പലപ്പോഴും ഇവിടെ കേൾക്കുന്നത്. ഒരു സിനിമാ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും തോന്നുകയോ ദൈവമേ സിനിമയ്ക്കകത്ത് ഇങ്ങനെ ഒരു സീനുണ്ടെങ്കിൽ നമ്മൾ പ്രേക്ഷകരത് വിശ്വസിക്കത്തില്ല, ഇത്രയും നാടകീയമായിട്ടൊക്കെ ജീവിതത്തിൽ സംഭവിക്കൂ, അവിശ്വസനീയമായിപ്പോയി എന്ന് പറഞ്ഞ നല്ല പല ചിത്രങ്ങളിലെയും പല രംഗങ്ങളും അങ്ങനെ പ്രേക്ഷകരെ തിരസ്കരിച്ചിട്ടുണ്ട്. ഇന്നിവിടെ പരാതിയുമായി എത്തിയിരിക്കുന്ന മഞ്ജുവിൻ്റെ കഥ കേട്ടാൽ നിങ്ങൾക്കും അത് തന്നെ തോന്നും. അതിനു മുൻപ് നമുക്ക് ജഡ്ജിംഗ് പാനലിനെ പരിചയപ്പെടാം. ശ്രീ കെ വാസുദേവൻ, ജുഡീഷ്യൽ മെമ്പർ കെൽസ. അഡ്വക്കേറ്റ് കല്ലട കെ ജി അലക്സാണ്ടർ, അഡ്വക്കേറ്റ് മെമ്പർ കെൽസ. ഷീന ലജീഷ്, സൈക്കോളജിസ്റ്റ് കൗൺസിലർ. ഇനി നമുക്ക് മഞ്ജുവിനെ പരിചയപ്പെടാം. മഞ്ജു പറഞ്ഞു തന്നെ മഞ്ജുവിൻ്റെ കഥ നമുക്ക് കേൾക്കാം. കൊല്ലത്ത് നിന്നാണ് മഞ്ജു വന്നിരിക്കുന്നത്. മഞ്ജു വരൂ. എത്ര വയസ്സുണ്ട് മഞ്ജുവിന് ഇപ്പോൾ? 33. മക്കൾ എത്ര പേരുണ്ട്? 2 പേര്. 2 പേര്. എത്രയായി? മോക്ക് 12 വയസ്സും മോന് 10 വയസ്സും. 10 വയസ്സും. കൊല്ലത്ത് തന്നെയാണോ? പഠിക്കുകയാണോ അവര്? പഠിക്കുകയാണ്. കൊച്ചിനെ കിട്ടിയതേ ഇല്ല. മഞ്ജുവിൻ്റെ അമ്മയുടെ പേര്? ശാന്തി. ശാന്തി. അച്ഛൻ്റെ പേരെന്താ? സ്റ്റാലിൻ. സ്റ്റാലിൻ. ഓ, 2 മതസ്ഥരായിട്ട് സ്നേഹിച്ച്. അച്ഛൻ ക്രിസ്ത്യാനി, അമ്മ ഹിന്ദു. ഞാൻ ഇവിടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഒക്കെ വളർന്നത് 5 വയസ്സ് വരെ. അപ്പം എൻ്റെ 3 വയസ്സിലും കണ്ട എൻ്റെ അച്ഛന് ശ്രീ ചിത്രഭൂമി പോയി ഒരു പെണ്ണിനെ കണ്ട് ഇവിടുന്ന് ചിത്രാഭൂമി പെണ്ണ് കാണാൻ പോയപ്പോൾ തന്നെ എനിക്ക് വണ്ടി അപകടം ഉണ്ടായിരുന്നു. എനിക്ക് അച്ഛനെ ഞാൻ കൈവിടത്തില്ല, അച്ഛൻ്റെ കൂടെ തന്നെ ഞാൻ ഓടിച്ചാടി കളിച്ച് നടക്കത്തുള്ളൂ. അപ്പം അച്ഛൻ എന്നെ അച്ഛൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പോകാൻ നോക്കി, മുട്ടായൊക്കെ മേടിച്ചു തന്നു. അപ്പം ഞാൻ ഇട്ടിട്ട് പോയപ്പോൾ ഞാൻ പുറകെ ഓടി ചെല്ലും. അന്നേരം പിന്നെ വടിയെടുത്ത് തന്നെ വിരട്ടിച്ച് അവിടെ നിന്നോണമെന്ന്. എന്നിട്ട് ഞാൻ ഓടിച്ചെന്ന് കരഞ്ഞുകൊണ്ട്. അന്നേരം കണ്ട വണ്ടി എന്നെ ഇടിച്ചെന്ന് കടപ്പുറ ഏരിയയാണ്. അന്നേരം മണ്ണിൽ പോയി തെറിച്ച് വീണ്. ടെമ്പമായിരുന്നു ഇടിച്ചത്. അന്നേരം എൻ്റെ അച്ഛനെ അറിഞ്ഞപ്പോൾ തന്നെ ഓടി വന്ന് എന്നെ എടുത്തുകൊണ്ട് അങ്ങ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കാര്യമായിട്ടൊന്നും കാണുന്നില്ല, കൊച്ചിനെ അറിയത്തോളെന്ന് അങ്ങനെ പറഞ്ഞങ്ങ് വിട്ട്. പിന്നെ ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരയ്ക്ക് തലവേദന ഞാൻ അനുഭവിക്കാറുണ്ട്. ആ വണ്ടി ഇടിച്ചതിലെന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. തലവേദന അനുഭവിക്കാറുണ്ട്. പിന്നെ അവിടെ നിന്നെല്ലാം എൻ്റെ രണ്ടാനമ്മയുടെ ദുഷ്ടത്തരങ്ങളായിരുന്നു. രണ്ടാനമ്മ ഒരുപാട് എന്നെ ഉപദ്രവിക്കും. രണ്ടാനമ്മ ഈ ചിത്രാഭൂമി എന്ന് വന്ന സ്ത്രീയല്ലേ? അവരാണോ ഈ ഉപദ്രവിക്കുന്നത്? അച്ഛനൊരു പാവ. അച്ഛൻ പാവ. മഞ്ജുവിന് പറയാനൊരു അച്ഛനും ഒരമ്മയും കുടുംബമൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ സ്ത്രീയുടെ ഉപദ്രവം അതിപ്പോ അവർക്കും ഉണ്ടല്ലോ, മക്കള് അവരുടെ മുമ്പിലും. കുഞ്ഞിനിപ്പോ അമ്മയും അച്ഛനും കണ്ടിട്ടില്ല. കുഞ്ഞിലെ ഒരു 6 മാസത്തിലൊക്കെ കൊണ്ട് അനാഥാലയത്തിൽ കണ്ടിട്ടില്ലെന്ന് ഓർത്ത് അവർക്ക് വിഷമമില്ല. ഞാൻ 2 പേരെയും കണ്ടോണ്ട് തന്നെ ജീവിക്കുക. 2 പേരും എന്നെ നോക്കത്തില്ല. ഈ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ആ ചിൽഡ്രൻസ് ഹോമിൽ പഠിച്ചു കായംകുളത്ത്? ഇല്ല, കുഞ്ഞുങ്ങളെ സ്ഥാപനത്തില് ചിൽഡ്രൻസ് ഹോമില് രണ്ടാനമ്മ കൊണ്ടാക്കിച്ചത് തന്നെ. അവിടെ കൊണ്ടാക്കിച്ചപ്പോ എന്താ പറയാ, അവിടുന്ന് 5ാം ക്ലാസ് വരെ പഠിപ്പിച്ചു, 1 തൊട്ട് 5 വരെ. അവിടുന്ന് 5ാം ക്ലാസ്സിൽ നിന്ന് ആപ്റ്റകറമുണ്ട്, കൊല്ലം ആപ്റ്റകറമ കൊച്ചു കുഞ്ഞുങ്ങളെ സ്ഥാപനം. അവിടെ 5-ലായപ്പോ ഇങ്ങോട്ട് കൊല്ലത്തോട്ടാക്കി. ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ കുട്ടികളെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അന്നേരം അവിടെ ആക്കിയപ്പം ഈ മുളങ്കാടം എന്ന് പറയുന്ന സ്കൂളിലോട്ടാണ് എന്നെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചത് 5ാം ക്ലാസ്സിൽ. അപ്പം എൻ്റെ സർട്ടിഫിക്കറ്റ് അവിടെ കിടക്കുക. അന്നേരം ഒരു ദിവസം എൻ്റെ പപ്പ എന്നെ കാണാൻ വന്നു, ആപ്റ്റകറമില്ല. കാണാൻ വന്നപ്പോൾ എനിക്ക് പപ്പയുടെ കൂടെ ഇങ്ങി പോരണം. അന്നേരം ഞാനിങ്ങി ഓടി പോന്നു, വീട് അടുത്തായോണ്ട് ഇങ്ങി പോന്നു. പപ്പ പോയതിൻ്റെ പുറകെ ഇങ്ങി പോന്നു, ആശുപത്രി പോകണമെന്നും പറഞ്ഞ് ഇങ്ങി പോന്നു. അപ്പോൾ 5-6 ദിവസം കഴിഞ്ഞിട്ട് പപ്പ എന്നെ അവിടെ കൊണ്ടാക്കാൻ നോക്കിയപ്പോൾ അവരെന്നെ തിരിച്ചെടുത്തില്ല. ഇറങ്ങി ഓടുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നീട് എൻ്റെ കൊച്ചമ്മ ചെയ്ത പണി എന്തുവാ, ഇല്ലാത്ത കുറ്റം ആരോപിച്ചിട്ട് പപ്പയെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്നെ കോഴിക്കോട് അയക്കാൻ നോക്കി. അത് കുട്ടികളുടെ ഒരു കോടതിയുണ്ട്. അപ്പം എൻ്റെ അടുത്ത് അച്ഛൻ്റെ അമ്മയും അച്ഛനും കൂടി എൻ്റെ അടുത്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞ് എന്നെ
പഠിക്കാനാക്കിക്കുന്ന മക്കൾ അവിടെ നിന്ന് പഠിക്കണം, നല്ല രീതിയിൽ പഠിച്ചു വരുമ്പോഴത്തേക്കും പപ്പ എന്തെങ്കിലും കരുതി വെക്കുക. അന്നേരം പപ്പ അന്ന് എൻ്റെ ചെറുപ്രായത്തിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ പപ്പ അവിടെ സെക്രട്ടേറിയറ്റിൽ താൽക്കാലികമായി ഡ്രൈവറിൻ്റെ ജോലി കിട്ടി.